ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് ഗായ്സ്. ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, സ്കൂൾ തുറക്കാൻ പോവല്ലേ, അത് കാരണം ഷോപ്പ് ചെയ്യാനുള്ള വലിയ സ്കൂൾ ഇതേ ഇപ്പോൾ ഒരാഴ്ച കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കും ഗായ്സ്. എനിക്ക് എന്തിട്ടൊക്കെ വാങ്ങാനുള്ളത്, എന്തിനൊക്കെ വാങ്ങിക്കാനുള്ളത് അവിടെ പോയിട്ടാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്നും തീരുമാനിച്ചു വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ബാഗാണ്. എൻ്റെ ബാഗ് നാശമായിട്ടിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് വേണത് എനിക്കൊരു ബാഗാണ്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റ അമ്മച്ചിയും എബിയാനും കൂടെ ബസ് കയറി പോയി, കുറച്ചടുത്ത ബസ് കയറി പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പോവാൻ. ആമീനെയും കൊണ്ട് ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ എഡുമാർട്ടിക്കാണ് പോവാറ്. അപ്പോൾ ഇപ്പോഴും എഡുമാർട്ടിക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ അവിടെയാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോവാറ്. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ആവശ്യമില്ലല്ലോ. ആമിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. ഒക്കെ വരുന്നുണ്ടാ കുഞ്ഞിന്. അപ്പൊ നമുക്ക് പോവാം. ബസ്സിൽ പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ലുലുവിൽ ഇറങ്ങണം. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറ. അങ്ങനെ ഗായ്സ്, നമ്മൾ എഡുമാർട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്ത് വാങ്ങണം? നമ്മളെന്ത് വാങ്ങണം? എന്ത് വാങ്ങണം? ഒന്നും വാങ്ങണം. ഇങ്ങനെ ഇതിൽ കൊണ്ടുപോകും, ഇങ്ങനെ പിടിക്കാൻ കൊണ്ടുപോയതൊക്കെ അങ്ങനെയാണ് തിരിച്ചും കൊണ്ടുവരും. ഗൈസ്, നമുക്ക് ആവശ്യം ബാഗാണ്. അപ്പോൾ നമുക്ക് ബാഗിൽ നിന്ന് തുടങ്ങാം. ഇവിടെ കുറേ ബാഗുണ്ട്. എനിക്കാണെങ്കിൽ ബ്ലാക്ക് ബാഗ് മാത്രമേ പിടിക്കുള്ളൂ, എനിക്ക് വേറെ കളറൊന്നും പിടിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ജീൻസിന്റെ ബാഗ് ജീൻസിന്റെ ബാഗ് ഒന്നും വാങ്ങിക്കരുത് കേട്ടോ. ജീൻസിന്റെ ബാഗ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടു ഇങ്ങനെ ഈ ചോറും പത്രത്തിൽ ഓയിലൊക്കെ പോയിട്ട് ഒഴിച്ചു, പിന്നെ നരച്ചു, ഈ ഭാഗം നരച്ചു. അപ്പോൾ നാശമായി, അങ്ങനെ നാശമായത്. ഗൈസ്, കുഞ്ഞാമി എണീറ്റു. മമ്മേനെ കണ്ടിട്ടില്ല ഇതുവരെ. അതിൻ്റെ ബോക്സ് വാങ്ങിക്കാമോ? കുഞ്ഞാറ്റിക്ക് ബോക്സ് ഇല്ല. എനിക്ക് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പാന് ബാഗിൽ നിന്നൊക്കെ തൊണ്ടിയെടുക്കാം. ഞാൻ ബോക്സ് വാങ്ങിച്ചിട്ട് കാര്യമില്ല. എന്റെ പാനും പെൻസിലൊക്കെ ബാഗിൽ തന്നെയായിരിക്കും. എല്ലാ കൊല്ലം നോക്ക്. ബ്ലാക്ക് പിങ്കിന്റെ നോക്കണം. എന്റെ ചെറുക്കന്മാർ. കുഞ്ഞാറ്റ അവളുടെ ചെറുക്കന്മാരുന്നു. കുഞ്ഞാറ്റയുടെ ചെറുക്കതിമാർ. നമുക്കിതൊക്കെ കാണുമ്പോൾ വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോകാൻ തോന്നുന്നു എല്ലാം കൂടെ. പക്ഷേ പറ്റില്ല, അതിനുള്ള ഇതില്ല, നമുക്ക് ഇത്ര പണിയില്ല. ഈ കട ഫുള്ള് എടുത്തു കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. മൂക്ക് എവിടെ? മൂക്ക് എവിടെയാ? എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കളിക്കണത് ഇപ്പോഴും. കുക്കിംഗ് സെറ്റ് ഇനി വാങ്ങിത്തരോ? കുക്കിംഗ് സെറ്റ് സ്കൂൾ ഷോപ്പിംഗ്, അതൊക്കെ അവള് കുക്കിംഗ് സെറ്റ്. ഇനി മമ്മ കുക്കിംഗ് സെറ്റ് വാങ്ങി തന്നില്ല. കുക്ക് ചെയ്ത് വീട്ടിലിരുന്നാ മതി, പഠിപ്പ് നിർത്തിക്കോ. ഒരെണ്ടാവും ഞാൻ പൂജിക്കാൻ വെച്ചിട്ടുണ്ട് വീട്ടിൽ കാണാൻ. വെള്ളം കുടിക്കാനുള്ള കുപ്പിയൊന്നും വേണ്ടല്ലോ. എന്ത് രസമാണ്. ഇനി നമുക്ക് പാനാണ് എടുക്കേണ്ട. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ലെക്സി വെച്ചിട്ടാണ് എഴുതാൻ. എനിക്ക് ഇവിടുത്തെ പാനുകൾ എങ്ങനെയായിരിക്കും അറിയില്ല. വെറുതെ വാങ്ങിയിട്ട് പിന്നെ എന്താ എനിക്ക് ഇതാ ഇഷ്ടപ്പെടില്ലെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് അപ്പാപ്പൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കാം ലെക്സി. പിന്നെ നമ്മൾ ഫയൽ എടുത്തിട്ടുണ്ട്. ഇനി പശ വേണോ? പശ എന്തെങ്കിലുമൊക്കെ? പശ വേണ്ട, ചെറുതെടുക്കാം ഒരു രസത്തിന്.
ഇതിങ്ങനത്തെ വേണം. എന്തിട്ടാ സാധനം ഞാൻ ഒരു പെട്ടി മനസ്സിലെത്തണം. ഇതിനകത്ത് റബ്ബറുണ്ട്, കട്ടറുണ്ട്. രണ്ടെണ്ണം എടുത്ത ഒരെണ്ണം രണ്ടെണ്ണം എടുത്താ ദൈവമായി ജേർണലിങ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ജേർണലിങ് ചെയ്യണം. കുഞ്ഞാറ്റം കാണണ്ട. ഇവിടേക്ക് കുഞ്ഞാറ്റെ തിരിയട്ടാ ഭാഗ്യണ്ട്. ഗൈസ് നമുക്ക് എന്ന് പറയുമ്പോഴല്ലോ പക്ഷെ ഭയങ്കര ചെറുതായി. ഇത് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാണ് നമ്മൾ വാങ്ങാത്തത്. എന്നിട്ട് കയ്യില് എന്താ നിന്റെ ഉദ്ദേശം? നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്? നീ എന്താണ് എടുക്കുന്നത്? പാറ്റയോ? ഗായ്സ് ഞാൻ ഇങ്ങോട്ട് പോയപ്പോ ഒരു ഫേക്ക് ലവ് കണ്ട്. ഫേക്ക് എന്ന് പറഞ്ഞ സാധനം ആരെ പറഞ്ഞത് ഫേക്കാണ്? സത്യം കണ്ടാ മനസ്സിലാവും. കണ്ട മനസ്സിലാവോ? തുറന്നു നോക്കിയാ? തുറന്നു നോക്കാൻ അവിടെ വെച്ചോ. ചെയ്ത് നോക്ക് കൊറേ പേര് തുറന്നുണ്ട്. ടേബിളിൽ വെക്കാതാ. നമുക്ക് തുറക്കാം. സമയം നോക്കി പഠിക്കണം. വേണ്ടല്ലേ? പഠിക്കുന്ന വേണ്ടല്ലേ? ഇതൊക്കെ എന്തിട്ടാ? ടേബിൾ പെട്ടി തയ്ക്കാൻ പറ്റുമോ? മറ്റേ ടൈപ്പറല്ലേ? വലിയൊരു പാക്കറ്റ്. പക്ഷെ അത് കാണാൻ ഇതാണ് ബുൾഡാക്കിൻ്റെ ബുൾഡ കൊറിയൻ ഹോട്ട് ചിക്കൻ ഫ്ലേവർ. കൊറിയൻ ആട്ടോ, കൊറിയൻ. വേണോ? വേണോ? ആ ഇതേ ഒരു കുഞ്ഞുകുട്ടി, ഞങ്ങളുടെ വീട്ടിലത്തെ കുഞ്ഞുകുട്ടി. ക്രോഷറ്റ് ചെയ്യാനുള്ളത്. ഉമ്മ ക്രോഷറ്റ് ചെയ്യാനുള്ള നൂല്. ഓ ഇവിടെ നിറച്ച് മറ്റേ ആർട്ട് കേട്ടോ. ആർട്ട്, ക്രാഫ്റ്റ് ആർട്ട്. ദൈവമേ പഠിച്ചാനും എന്റെ ബുക്കൊന്നും സ്ട്രൈറ്റ് ഉണ്ടാ. അയ്യോ ചേച്ചി മാറൂ. ചേച്ചി ഇങ്ങനെ നിക്ക്. നല്ല അടിച്ചു കയറ്റി ബാഗിലാക്കി. അവരെ ഒതുക്കുവാണ്. നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിച്ചു തരാം. എൻ്റെ ബാഗിലെല്ലാം കൊണ്ടുപോട്ടോ. അത്ര സാധനം ഉണ്ടായിരുന്നുള്ളൂ. അമ്മിക്കുട്ടാവും ഇതിൽ വെച്ചാലും മതി. അപ്പം നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവാണ്. ഞങ്ങൾ ഓട്ടോയിൽ, അവർ വേറെ വഴിക്ക്. അവർക്ക് എന്തൊക്കെ വാങ്ങണം പോലും. നമ്മളിവിടെ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണിക്കാൻ വന്നിരിക്കുവാണ്. അപ്പം രണ്ടെണ്ണം ഇരിക്കുന്നത് നോക്കൂ. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് നോക്ക്. നമ്മള് വാങ്ങിച്ച സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്റെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്, കുഞ്ഞാരുടെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മള് ഫസ്റ്റ് വാങ്ങിച്ചത് ബാഗാണ്. എന്താന്ന് വെച്ചാൽ ബാഗിന്റെ ഉള്ളിലല്ലേ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റാ. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ബാഗാണ്. അപ്പൊ നമ്മൾ ബാഗ് വാങ്ങിച്ചിട്ട് ഉണ്ട്. 2 ബാഗ്. എനിക്കാണെങ്കിൽ ബ്ലാക്ക് കളറാണ് ഇഷ്ടം. അതുകൊണ്ട് എന്റെ ഫുൾ ബ്ലാക്ക് ആണ്. ഇവിടെ പച്ച കളർ ഇട്ടുന്നുള്ളൂ. ബാഗിനകത്താണ് എല്ലാ സാധനവും എടുത്ത് വെച്ചതന്നെ. നമ്മള് ഒരു കെട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് വരയിടാത്ത ബുക്കാണ്.
പിന്നെ ഞാൻ രണ്ട് വലിയ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് വര ഇടാത്തതാണ്. അത് മറ്റേത് വര ഇട്ടത്, ഇത് വര ഇടാത്തത്. എന്തൊരു സാധനം അത്. അപ്പോ ഞാൻ 3 മറ്റേ ഹൈലൈറ്റർ, 2 ഹൈലൈറ്റർ 1 മാർക്കറും വാങ്ങിച്ചിട്ടുണ്ട്. വെറുതെ ഇത് ആവശ്യം എനിക്കറിയില്ല. പിന്നെ ഇപ്രാവശ്യം അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ അധികം സാധനങ്ങളില്ല. നമ്മൾ കുറവാണ് എല്ലാം വാങ്ങിച്ചേക്കുന്നത്. ഇതാണ് കവറ. പിന്നെ 2 ഫയല് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് നോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഈ പേന ഇത് എന്ത് പേനയത്? ഇത് റെയിനോൾ ഇത് കണ്ടോ? ഇതെന്തോ മമ്മ എപ്പോ എടുമാർട്ടി പോയാലും മമ്മ ഈ പേന വാങ്ങിക്കും ഒരു കെട്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മ പറയുന്നത് ഇത് മമ്മയുടെ നൊസ്റ്റു പേനയാണെന്നാണ് പറയുന്നത്, നൊസ്റ്റാൾജി ആണെന്നാണ്. അപ്പൊ അതുകൊണ്ട് മമ്മ ഈ പേന വാങ്ങിക്കും. പിന്നെ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട്. വാഷ് ചെയ്യണം, എന്നും വാഷ് ചെയ്യണം. പിന്നെ ഒരു പശ വാങ്ങിച്ചിട്ടുണ്ട്. പറയില്ലേ ഇപ്രാവശ്യം സാധനം കുറവാണ് ശരിക്കും. പക്ഷെ ഞാൻ ഒന്നുമില്ലാണ്ട് വെറുതെ കുറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെതാ ഒരു പെൻസിലിന്റെ ഒരു പെട്ടി പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കട്ടറും റബ്ബർ ഉണ്ടാവും ഇതിനകത്ത്. ഞാൻ ബോക്സ് ഒന്നും വാങ്ങിച്ചില്ല. പൗച്ച് എനിക്ക് ഉണ്ട് ഇവിടെ. BTS നേടിയിട്ട് ഒരു പൗച്ച് ഉണ്ട്, അതൊക്കെ മതിയാ. പിന്നെ സ്റ്റിക്കി നോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആപ്പിൾ സ്റ്റിക്കി നോട്ടാണ്. പിന്നെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊറേ കാണാറുണ്ട്, ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. കുട്ടി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കൊറേ മഴവില്ല് വരച്ചിട്ടൊക്കെ. അല്ല കുഞ്ഞു കുട്ടിയല്ല, അവള് ചെയ്ത് വരുന്നേ ഉള്ളു, വളരുന്നേ ഉള്ളു. അപ്പൊ ഞാൻ എന്ത് ചെയ്താ അതിനൊരു ബുക്ക് വാങ്ങിച്ച്. അമ്മ ബില്ല് കണ്ടിട്ട് മമ്മ എന്നെ കൊന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു ബുക്ക് വാങ്ങിച്ചു. കുറച്ച് പേജേ ഉള്ളു, പക്ഷെ അത്യാവശ്യം നല്ല ഉണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ജേർണലിങ് ചെയ്യുമ്പോൾ കുറച്ച് നാളൊക്കെ ഒട്ടിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വാങ്ങി. എനിക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് കുക്കു അവനാ വിചാരിച്ചു കാണാനുണ്ടോ? വില എനിക്കറിയാട്ടാ. ഇതൊക്കെ കൂടിയിട്ട് എത്രയാന്ന് എനിക്കറിയാം. പിന്നെ ഗായ്സ് അപ്പൊ ഞാൻ കാണിക്കട്ടെ. പിന്നെതാ ഇതെന്തൊക്കെയോ ഞാൻ വെറുതെ അധികം സാധനങ്ങളില്ല. ഇതിനുള്ള വേറെ സാധനങ്ങളുണ്ട്, അത് നമ്മൾ വാങ്ങിക്കണം. ഇനി ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ നോക്കട്ടെ. ഞാൻ തച്ചാണെങ്കിൽ ഞാൻ ഇത് ചെയ്ത് വീഡിയോ ഇടാം. ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം ഒന്നും അറിയില്ല. പിന്നെതാ ഒരു പെൻസിൽ ഇട്ട് വെക്കാൻ എനിക്ക് ഇതൊന്നുമില്ല, മറ്റേ പെൻസിൽ ഹോൾഡർ ഒന്നും ഇല്ല, ഇങ്ങനെ പെൻ ഹോൾഡർ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒന്ന് വാങ്ങി. അപ്പൊ അതാണിത്. പിന്നെ കൊറിയയിലത്തെ ഒരു നൂഡിൽസ് ഉണ്ട്, ബുൾഡാക്ക് എന്ന് പറഞ്ഞിട്ട്. ബുൾഡാക്ക് അങ്ങനെ തോന്നുന്നു പറയാൻ, ബുൾഡാക്ക്. പക്ഷെ ഇതിന്റെ വേറെ ഉണ്ട്, ഇതിന്റെ റോസ് കളർ. അപ്പൊ ഞാൻ കണ്ടിട്ട് ഇത് ശരിക്കും ആണോ എനിക്ക് അറിയത്തില്ല. ഇതിന്റെ റോസ് കളറുണ്ട്, അത് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കുറെ ആൾക്കാർ ഉണ്ടാക്കി. പക്ഷെ അത് ഇവിടെ ഇല്ല, ഇടുമാറ്റിലൊന്നും കാണാനില്ല. എനിക്ക് റെഡും പിന്നെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് ഉണ്ടാക്കണത് ഞാൻ വീഡിയോ എടുത്തിടാം, എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ ഇതിന്റെ റോസ് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് ശരിക്കത്തെ ആണോ എനിക്കറിയില്ല. ഞാൻ കാണുന്നത് ഈ റെഡ് നല്ല സ്പൈസി ആവും. ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. സ്പൈസി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. സ്പൈസി ആണെങ്കിലും അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിച്ച നൂഡിൽസ്. കൊറിയൻ ബുൾഡാക്ക് ഹോട്ട് ചിക്കൻ ഫ്ലേവർ റാമൻ. അപ്പൊ ഇത്ര സാധനമാണ് എന്റെ. ഞാൻ കാണിച്ചാ ഇനി ഉണ്ടോ നോക്കട്ടെ. അപ്പൊ ബാഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പറയാൻ വിചാരിച്ചു. ഇതാണ് ബാഗ്. അപ്പൊ ഇതില് ഒരു കള്ളിയുണ്ട്, ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചോറും പാത്രം വെക്കാനുള്ള കള്ളിയുണ്ട്, ചുറ്റും പാത്രം. പിന്നെ ചോറും പാത്രം ഒന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ലത് ഇവക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഇത്, അതിന് കുഴപ്പമൊന്നുമില്ല. രണ്ടുപേർക്ക് ഒരേപോലത്തെ വാങ്ങിച്ചു. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമില്ല. അപ്പം പിന്നെ അത് മതി, അതുകൊണ്ട് അത് വാങ്ങിയില്ല.
ഉള്ളികളെ കേച്ചിട്ട് പിന്നെ ഞാനൊരു കോഫിയുടെ ഒരു ഐസ്ഡ് കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് കുടിച്ചു. അവൾക്ക് ഇന്റർജോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് തരാണ്ട് അവള് തിന്നു ഗൈസ് കള്ളി. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു കള്ളിയുണ്ട്. ചോറ് മാത്രം വയ്ക്കാൻ. പിന്നെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കള്ളിയുണ്ട് ചെറുത്. ഇതാണ് എൻ്റെ ബാഗ്. കുട്ടി ബാഗാണ് കേട്ടോ. ഇതൊക്കെ മതി എനിക്ക്. ഇത്ര സാധനമാണ് ഞാൻ വാങ്ങിയത്. ഞാൻ കാണിച്ചു തരാം. നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ. കുറച്ച് സ്റ്റിക്കേഴ്സോ സ്പൈസ്. അപ്പൊ ഇതാണ് കുഞ്ഞാരയുടെ ബാഗ്. കുഞ്ഞാരയുടെ ഒരു പർപ്പിൾ ആൻഡ് ബ്ലാക്ക് ആണ്. നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. പർപ്പിൾ ആൻഡ് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് ബ്ലാക്ക് ആണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ബാഗ് വാങ്ങിയത്. അപ്പൊ ബാഗ് തുറന്നോ വാങ്ങിയത്. ഇവിടെ വന്നപ്പോ തന്നെ അവള് ഒട്ടിച്ച് ഞാൻ കാണിക്കുന്ന തെറിച്ചു പോയി ഒരെണ്ണം. ഫസ്റ്റ് തന്നെ ഞാൻ ബുക്ക് കാണിക്കാം. ഇത് വരയില്ലാത്തതാട്ടോ. 2 വരയില്ലാത്തതുണ്ടാവും. 3 വരയിട്ടതും 2 വരയില്ലാത്ത ബുക്ക് വാങ്ങിയിട്ടുണ്ട് കുഞ്ഞാറ്റ. പിന്നെ ഞാൻ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. വാട്ടർ ബോട്ടിൽ അസ്മ. ഓക്കെ, വലിച്ചു കുടിക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽ. ഓക്കെ, തുടക്കണവള് എന്ത് സാധനല്ലേ. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഇതാണ്. ഞാൻ ചോറും പാത്രമൊക്കെ വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചത്. എന്ത് പോയാലും ഇത് ശരിക്കും തുടയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഇതാട്ടാ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതവള് ചോറും പാത്രം തൂക്കിക്കൊണ്ടുപോകുവാൻ വാങ്ങിയതാണ് സഞ്ചി. പിന്നെ അടുത്തത് നമ്മുടെ ബോക്സ് ആണ്. ബോക്സ് ഇതിപ്പോ നമുക്കിപ്പോ വല്ല കറിയൊക്കെ പോയി നമുക്ക് തുടച്ചെടുക്കാം. അതേപോലത്തെ മെറ്റീരിയലാണ് ഉള്ളില്. ഇനി അടുത്തത് നമ്മുടെ ബോക്സ് ആണ്. അപ്പൊ ഇതാണ് ബാഗ്. ബാഗിൽ ഇവിടെ ഒരു കള്ളിയുണ്ട്, ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ വേറെ അടുത്ത 2 കള്ളിയുണ്ട്. പിന്നെ ഇവിടെ ഒരു കള്ളിയുണ്ട്. അങ്ങനെ 3 കള്ളിയുള്ള ബാഗാണ്. അപ്പൊ നമ്മളെ ഇതാണ്. ഫസ്റ്റ് നമുക്ക് ഉള്ളിലത്തെ നോക്കാം. ഉള്ളിലത്തെ തുറക്കുമ്പോ തന്നെ നമുക്ക് ഈ 2 സാധനം കിട്ടും. അത് ഇവിടെ കളിക്കാം. ഇത് കളിക്കുന്ന സാധനം. എന്ത് കളിയാ മറ്റേ സ്കൂളിൽ വെച്ചിട്ട് ബോറടിക്കുമ്പോ കളിക്കാനുള്ള സാധനമാണ്. അതിൽ വാങ്ങിച്ചത് നല്ല ഏരിയട്ടാ. സ്കൂളിൽ ഇനി ബോക്സ് നാശമായിട്ട് നമുക്ക് കാണാം 1 കൊല്ലാകുമ്പോഴത്തേക്കും. അല്ല, ഇതിന്റെ അടിയിൽ ഒരു ഇതൊക്കെ കൊണ്ടുപോ ടീച്ചർ ചീത്ത പറയും. അപ്പൊ ഇതാണ് ബോക്സ്. ഇതാ ഇവിടെ ഒരു കള്ളി ഉണ്ട്. അതിനകത്താണ് ഈ സാധനങ്ങൾ. ഇത് കണ്ടോ, ഇത് XOS കളിക്കാൻ വേണ്ടി. XOX ഈ സംഭവം ഫ്രണ്ടിലെ സംഭവം ഇല്ലേ, ഇതൊക്കെ കൊണ്ട് ക്ലാസ്സിൽ പോട്ടെ നല്ല കിട്ടും. പിന്നെന്താ ഒരു ബോക്സ്. ഇത് ഇവിടെ ഒരു കള്ളിയുണ്ട്, ഇവിടെ ഒരു കള്ളിയുണ്ട്, എല്ലായിടത്തും കളിയുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഫൈലിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കാണിച്ചു തരാം. അല്ല, മൈ മെലഡിയുടെ ആണ്. എനിക്കിത് ഇഷ്ടട്ടാ. എനിക്ക് ഇതെന്റെ ഫേവറേറ്റ് ആയതാണ് ഞാൻ വാങ്ങിച്ചത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫൈല് ഡോറ ബുജി ഫൈലാട്ടോ. സ്റ്റിക്കർ ഡോറ ബുജിയുടെ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടി. നെയിം സ്റ്റിക്കർ, നെയിം സ്ലിപ്പ്. പിന്നെ നെയിം സ്ലിപ്പ്. പിന്നെ മാർജിറ്റ് വാങ്ങിച്ചത് തന്നെ ഞാൻ വാങ്ങിച്ചത്. ഇവിടെ എന്നെ കോപ്പി അടിച്ച് ഇതിനടി ഞാൻ വാങ്ങിച്ചത് നീ മമ്മ വാങ്ങിച്ചത്. എനിക്ക് പെൻസിൽ നന്നായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ജേർണലിംഗ് പ്രോ ആണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ക്യാമറ. ഒരു പച്ചയും ഒരു എസ്തെറ്റിക്കും വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ജേർണൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന്റെ കൂടെ മമ്മ എനിക്ക് വേണ്ടിട്ട് എനിക്ക് കാറ്റിസത്തിന് 3ാം ക്ലാസ്സിക്കുള്ള പേന, പിന്നെ ക്ലാസിക്കും. കാറ്റിസത്തിൽ ഇനി പാന കൊണ്ടുപോകണം കുട്ടി. പാനക്കുട്ടിയായി. ഇനി അടുത്തത് മാളികേജിന് അടിക്കാനുള്ള വലിയ സ്കെയില് വാങ്ങിച്ചിട്ടുണ്ട് കുട്ടി. പിന്നെ ഞാൻ കുറച്ച് ക്യൂട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് വാങ്ങിച്ചിട്ട്. റബ്ബറാണ് കേട്ടോ. 10 രൂപയ്ക്ക് റബ്ബർ
വ്ളോഗ്. ഇതെന്ത് സാധനം? ഒരു ഇത് ബ്രെഡും മുട്ടയും ഒരു തവളനെ വാങ്ങിച്ചിട്ടുണ്ട്. ശ്രീദേവിന് മുട്ട. ഉണ്ട വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്റെ കൊടയാണ്. ഇതാണ് ഇതാണ് കേട്ടോ ഫയല്. നിക്ക്, ഇതാണ് ഫയല്. പിന്നെ ഒരു കൊടയുണ്ട് പീപ്പ് അടിക്കുന്നത്. ഇതാണ് കുഞ്ഞാനെ വാങ്ങിച്ച കൊട. ഞാൻ നോക്ക്, നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഒരു പടം, നല്ല ഭംഗിയുള്ള പടാണ്. കുഞ്ഞാൻ്റെ സാധനങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലത്തെ സ്റ്റോറേജ് കഴിഞ്ഞു ഗൈസ്. അപ്പം ഞാൻ ഭാഗ്യത്തിന് അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയാണ് സ്റ്റോറേജ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞതേ ഇപ്പോൾ അതേ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ.